വന്യജീവി പ്രശ്നം പരിഹരിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചായിരുന്നു വയനാട്ടിൽ യൂത്ത് കോൺഗ്രസിന്റെ കളക്ടറേറ്റ് മാർച്ച്. സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കല്ലേറിൽ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. KP 2ാം ബറ്റാലിയനിലെ പ്രഫുൽദാസിനാണ് പരിക്ക്. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അജ്മലിനെ ലാത്തിചാർജിൽ പരിക്കേൽക്കുകയും ചെയ്തു. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത്. സുർജിത്ത്, നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ടോ? എങ്ങനെയാണ് ആ സമരം സംഘർഷത്തിലേക്ക് എത്തിയത്? ഹാഷ്മി, ഈ ഇവിടുത്തെ വനം വിഷയങ്ങൾ പരിഹരിക്കാൻ, അതായത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാൻ വനമന്ത്രിക്കാവുന്നില്ലെന്നും വനമന്ത്രി രാജി വെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഈ മാർച്ച് ആദ്യഘട്ടത്തിൽ സമാധാനപരമായിരുന്നു. പിന്നീട് ഏതാനും പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. ആ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതിനിടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചതിനെ തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടായി. ആ തർക്കത്തെ തുടർന്ന് പോലീസുകാർക്ക് നേരെ കല്ലേറ് നടന്നു. പിന്നീടാണ് ലാത്തിചാർജ് നടന്നത്. ലാത്തിചാർജിൽ 2 പേർക്കാണ് പ്രധാനമായും പരിക്കേറ്റുള്ളത്. ഒന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അജ്മലിനാണ്. മറ്റൊന്ന് പ്രഫുൽദാസ് എന്നു പേരുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന് കല്ലേറ് നെഞ്ചിൽ വന്ന് പതിക്കുകയായിരുന്നു. ഇടത് നെഞ്ചിലാണ് പരിക്കേറ്റിരിക്കുന്നത്. അത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേൽക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നേതാക്കൾ ഇടപെട്ട് ശാന്തരാക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് റോഡിൽ തന്നെ നടന്ന ആ ധർണ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംസാരിച്ചു. ഇതിനുശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. കാശ്മീർ സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.